ഈ IPL-ലെ അവസാന മാച്ചിലും മുംബൈ ഇന്ത്യൻസ് തോറ്റിരിക്കുകയാണ്. മുംബൈ ടീം ഇങ്ങനെ നാണംകെട്ട ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ടീം ഫിനിഷ് ചെയ്തത്. ഇന്ന് ലക്നൌവിനെതിരെയാണ് മുംബൈ ടീം തോറ്റിട്ടുണ്ടായിരുന്നത്. പാണ്ഡ്യ ക്യാപ്റ്റനായ ശേഷം മുംബൈ ടീം തകർന്നിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം നീതാ അംബാനി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൗ ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ 214 റൺസാണ് അടിച്ചുകൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസ് നാണം കെട്ടു. ഇന്ന് കളി തോറ്റ ശേഷം നീതാ അംബാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ ഒരു മുംബൈ ടീമിനെ എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. IPL-ലെ ഏറ്റവും നമ്പർ 1 ടീമായിരുന്നു മുംബൈ. ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം നമ്പർ 1 ആകുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഞങ്ങളുടെ തീരുമാനം തെറ്റായിരിക്കുകയാണ്. രോഹിത് ശർമ്മ തന്നെയാണ് മികച്ച ക്യാപ്റ്റൻ. ഇനി രോഹിത് ക്യാപ്റ്റൻ ആവുമെന്നത് സംശയമാണ്. ഞങ്ങൾക്കിനി പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. സഞ്ജുവിനെ പോലെ മികച്ചൊരു ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ഞങ്ങൾ നോക്കുന്നത്. പാണ്ഡ്യയോട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവനെ കൊണ്ട് മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റനാകാൻ സാധിക്കില്ല. ഈ സീസൺ IPL നിന്ന് ഞങ്ങൾക്ക് അതാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് പുതിയൊരു ക്യാപ്റ്റനെ ആവശ്യമാണ്. ഞങ്ങൾ അടുത്ത മെഗാ ഓപ്ഷനിൽ ആ താരത്തെ കണ്ടെത്തുകയും മുംബൈ ടീമിനെ പഴയതുപോലെ തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നീതാ അംബാനി വ്യക്തമാക്കി. രോഹിത് ശർമ്മ ഒരിക്കലും മുംബൈ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവില്ല. അതുപോലെ നാണകെടുത്തിയാണ് രോഹിത് ശർമ്മയെ മുംബൈ മാനേജ്മെൻറ്റ് നീക്കിയത്. പാണ്ഡ്യ ക്യാപ്റ്റനായപ്പോൾ മുംബൈ ടീം നാണം കെട്ടു. മുംബൈ ടീമിന് കപ്പ് ലഭിക്കുമെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ അവസാന സ്ഥാനത്താണ് മുംബൈ ടീം ഫിനിഷ് ചെയ്തത്. ഇന്നത്തെ ലക്നൌവിനെതിരെയുള്ള കളി മുംബൈ ടീമിൻ്റെ തട്ടകമായ വാങ്കഡയിലായിരുന്നു. എന്നിട്ടും മുംബൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.